പ്രിയപ്പെട്ടവരെ, ഇന്ന് തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു രംഗാണ് നമ്മുടെ കുറിപ്പ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ആണ്. ഇതുപോലൊരു വീഡിയോ ഏതാണ്ട് 1 മാസം മുന്നേ, 1-2 മാസം മുന്നേ മലപ്പുറത്ത് പരപ്പനങ്ങാടിയിൽ +2 വിദ്യാർത്ഥികൾ ചെയ്യുന്ന ചില പേക്കൂത്തുകൾ, അതായത് ബസ് സ്റ്റാൻഡിൽ പരസ്യമായിട്ട് ചെയ്യുന്ന പേക്കൂത്തുകൾ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത്തരം വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് പേര് ഈ പറഞ്ഞ ആ സ്ഥലത്തെ കളിയാക്കിയും അല്ലെങ്കിൽ പ്രത്യേക ഓരോ മതവിഭാഗങ്ങളെ കളിയാക്കിയും ഒക്കെ കമന്റ് ഇടാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് ജാതിയോ മതമോ ഒന്നുമില്ല. കാമവെറി പൂണ്ട ആളുകൾക്ക്, ഏത് പ്രായക്കാരോ ആയിക്കോട്ടെ, അത്തരം ആളുകൾ പൊതുവെ ജാതിയും മതവും നോക്കാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങൾക്ക് പോകുന്ന ഏത് പ്രായക്കാരോ ആയിക്കോട്ടെ, അവരെപ്പോഴും ജാതി മത ഭേദമന്യേ ആ ഒരു പ്രവൃത്തിയിൽ മുഴുകുന്ന ആളുകളാണ്. കാമക്കടുകുകളായി മാറുമ്പോൾ ഒരിക്കലും ജാതിയും മതവും നോക്കാറില്ല. ഒരാൾ ഈ പറഞ്ഞ അവിഹിതത്തിന് പോകുന്ന ആരെങ്കിലും ജാതിയോ മതമോ നോക്കിയിട്ട് പോയതായിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. എനിവേ, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരത്തിനിടയിൽ സംഭവിച്ചതാണെന്ന് പറയുന്നു. ഈ ഒരു വീഡിയോ മറ്റൊരാൾ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. എനിവേ, അത്യന്തം നാണക്കേട് ഈ ഒരു പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിവേ, ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേട്ടതിന് ശേഷം ഈ ഒരു വീഡിയോയുടെ താഴെ സമ്മിശ്രമായ കമന്റുകൾ വരുന്നുണ്ട്. ഈ പോക്കൃത്തരങ്ങളൊക്കെ നീയൊക്കെ ചെയ്തതല്ലേ, ഇപ്പോഴെന്തിനാണ് നീയൊക്കെ ഈ കിടന്ന് വിരളി പിടിക്കുന്ന സദാചാരവാദികളാകുന്നേ എന്നൊക്കെയുള്ള ചില കമന്റുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ സമൂഹത്തിന് വലിയൊരു ഭീതിയായി മാറുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു രംഗാണ്. നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട്. ഇതൊരു വീഡിയോ എടുത്ത് ആരെയും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന്, ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ നാളെ അവരുടെ കൈകളിൽ എത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ്, നമ്മുടെ ഉദ്യോഗസ്ഥര്, ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം. വളരെ അവിചാരിതമായി ഒരു ലോഡ്ജിന്റെ താഴെ പട്ടാപ്പകൽ ഈ രീതിയിൽ കുറച്ച് സീനുകൾ കാണുമ്പോൾ ഈ ഒരു മനുഷ്യൻ വീഡിയോ ആക്കി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അവിടെ കാണുന്ന കാഴ്ച അത്ര സുഖകരമായ കാഴ്ചയല്ല. ഒരു പയ്യനൊരു ബൈക്കിൽ ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചില കലാപരിപാടികൾ നടത്തുന്നു. എന്താണോ അവൻ ഇത്രയും അധികം അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മറ്റു ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെ കൂടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കലാപരിപാടികൾ നടത്തുന്നു. എനിവേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാൻ ബാങ്ക് പോലുള്ളൊരു സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടിട്ട് തോന്നുന്ന ഏതാണ്ട് ഒരു 17, 18, 16 വയസ്സുള്ള കുട്ടികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമപ്രായക്കാരായിട്ടാണ് തോന്നുന്നത്. ഇനിവേ, പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് കണ്ടതിന് ശേഷം ബാക്കി കൂടെ പറയാം. യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരുടെ കൈകളിൽ എത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ്, നമ്മുടെ ഉദ്യോഗസ്ഥര്, ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ നാട്ടില്. അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം. നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ നാട് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അബദ്ധമാണ് ഉണ്ടാവുന്നത്. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി മതിമറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത്. പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള്. നമുക്ക് വേദന തോന്നുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ്. പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊള്ളയിൽ കത്തിയും പിച്ചാത്തിയ പല കാര്യങ്ങളും കയറും. പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി ഒരുപക്ഷെ ഇതിലെ ആളുകൾ ആരാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവരുടെ രക്ഷിതാക്കൾക്ക് വലിയ രീതിയിലുള്ള അപമാനമാവും, തർക്കമില്ലാത്ത കാര്യമാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, അതായത് പലരും ചോദിക്കും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വന്നവരല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി, ഈ രീതിയിൽ ഒരു ഗാൻ ബാങ്ക് സെറ്റപ്പിൽ, ഗാൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കൂടിയതിനു ശേഷം സെക്സിൽ ഏർപ്പെടുക, അതിനാണ് ഗാൻ ബാങ്ക് എന്ന് വിദേശത്ത് പറയുന്നത്. ആ ഒരു സെറ്റപ്പിൽ ഇത്രയും ആളുകൾ പട്ടാപ്പകല് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് കൂടിയിരുന്നതിന് ശേഷം ആ കോർണറിൽ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈക്കിലിരിക്കുന്നു, തൊട്ടപ്പുറത്തേക്കുന്നു അവര് കാണിക്കുന്ന ലീലകൾ, അതായത് ഇതൊക്കെ പലരും ചെയ്തിട്ടുള്ളവരായിരിക്കും. അതിൽ പലരും ഒരുപക്ഷെ പണ്ട് ചെയ്തിട്ടുണ്ടാവാം. പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരും ഒരുപക്ഷെ ശുദ്ധരായിരിക്കില്ല. എന്നാൽ അവിടെ ഒരു വലിയ വ്യത്യാസം കാണുന്നത് ഈ രീതിയിൽ പരസ്യമായി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തക്ക രീതിയിൽ ഇത്രയും കൂട്ടമായി നിന്ന് ഒരു നാണവുമില്ലാതെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ രീതിയിൽ ചെയ്യാനുള്ള ധൈര്യം അത് അന്നത്തെ കാലത്തില്ലായിരുന്നു. അത് ഈ 2K കിഡ്സിന് മാത്രമാണുള്ളത്. പല സ്ഥലങ്ങളിൽ ഇതുപോലെ വീഡിയോ പ്രചരിച്ചപ്പോൾ എല്ലാം കാണാൻ സാധിക്കുന്നത് ഒരു എളുപ്പവുമില്ലാതെ, ഒരു ചളുപ്പുമില്ലാതെ, തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു സുഹൃത്തുക്കൾ കാണുന്നതിന് ഒരു ചളുപ്പുമില്ലാതെ, ഇതൊരു പക്ഷേ ആരെങ്കിലും വീഡിയോ എടുത്ത് പോസ്റ്റ് ഇട്ടാൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് അവമാനമാവും എന്നൊന്നും ചിന്തിക്കാതെ, ഒരു കൂസലുമില്ലാതെ ഈ പെൺകുട്ടികൾ ഈ രീതിയിൽ കാണിക്കുന്ന അവരായത്തരം, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് നിരുത്സാഹപ്പെടുത്തേണ്ട തന്നെയാണ്. വളരെ രഹസ്യമായിട്ട് പല പാർക്കുകളിലും ബീച്ചുകളിലും, ഞാൻ നേരത്തെ പറഞ്ഞു NC ഗാർഡൻ പോലെയുള്ള അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറ്റിക്കാടുകളുള്ള പാർക്കുകൾ, ബീച്ചുകൾ, ഇത്തരം സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട്. സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഉണ്ടാവും. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, ഇത് വളരെ പരസ്യമായി തുറസായ സ്ഥലമാണ്. ഇവിടെ ഏതാണ്ട് 10-15 പേർ ഒരുമിച്ച് നിന്നാണ് ഈ ഒരു ആക്ടിവിറ്റീസ് നടത്തുന്നത്. അവരുടെ ഒരു ആ മനോനില ഒന്ന് ആലോചിച്ച് വെക്കും. ഏത് രീതിയിൽ ഇവരുടെ ഭാവി പോയേക്കാം. ഇത്രയും നാണമില്ലാത്ത പെൺകുട്ടികളായി ഈ ജനറേഷനിലെ പെൺകുട്ടികൾ മാറുമെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ ബലമായി സംശയിക്കുന്നത് 10-17 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും MDMA കൊടുക്കുന്നു എന്നുള്ളൊരു സംശയം ബലപ്പെടുകയാണ്. ഈ രീതിയിൽ പരസ്യമായി തുറസായ സ്ഥലത്ത് പോലും ചെയ്യാൻ മടിക്കാത്ത ഈ പെൺകുട്ടികളുടെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പൊ ചിലർ ചോദിച്ചേക്കത് രഹസ്യമായിട്ട് ചെയ്താൽ തെറ്റില്ലയോ എന്ന്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുമോ? 99% ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ഈ രീതിയിൽ ചെയ്യാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിരവധി വീഡിയോസ് ഇപ്പൊ ഈ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. 2K കിഡ്സ് എന്ന് പറയുന്ന ഇക്കൂട്ടറുടെ ഈ രീതിയിലുള്ള കാമപ്പേക്കൂത്തുകൾ, ആരെയും പേടിയില്ലായ്മ, നാണവും മാനവും ഇല്ലായ്മ വളരെ വ്യക്തമായി ഇവരുടെയൊക്കെ വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് വിലങ്ങിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ രക്ഷിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആണെന്നും പറഞ്ഞ് പോയ പെൺകുട്ടികൾ കാണിച്ചു കൂട്ടിയ പരിപാടികൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുമാത്രം അവര് വേദനിക്കുന്നുണ്ടാവും. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഈ രീതിയിൽ അവരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞയച്ചതിന് ശേഷം ഈ രീതിയിൽ വീട്ടുകാരെ നാണം കെടുത്തുന്ന പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിവേ പരസ്യമായി സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് വിലങ്ങിടേണ്ടത് തന്നെയാണ് ഏറ്റവും ലജ്ജാകരമായ പ്രവൃത്തി. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.